മകന്റെ മരണത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നീതി ലഭിച്ചില്ലെന്ന് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരിച്ച സിദ്ധാർത്ഥന്റെ കുടുംബം. കോടതി ഉത്തരവിലാണ് പ്രതീക്ഷ എന്നും കോളേജിന്റെ ഭാഗത്തു നിന്ന് ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നും അമ്മ ഷീബ 24 പറഞ്ഞു. 2024 ഫെബ്രുവരി 18 ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകൾ തകിടം മറിച്ച സിദ്ധാർത്ഥന്റെ മരണവാർത്ത വരുന്നത്. തൂങ്ങിമരണമെന്ന വിധിയെഴുതിയ കേസ് പിന്നാലെ വഴിമാറിയത് ക്രൂര റാഗിങ്ങിലേക്ക്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാരിൽ നിന്നും നീതി ലഭിച്ചില്ല. കോടതി ഉത്തരവിലാണ് പ്രതീക്ഷയെന്നും അമ്മ ഷീബ 24 അതിൻ്റെ ഒരു ശിക്ഷ അല്ലെങ്കിൽ ഒരു വിധി വന്നിട്ടില്ലല്ലോ. അത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ്. അതുവരെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് തുടക്കം മുതലേ ഒരു നീതിയും കിട്ടിയിട്ടില്ല. ഞങ്ങൾ കോടതി വിധിയെ വിശ്വസിച്ച് നീങ്ങുകയാണ്. നീതിക്കായുള്ള പോരാട്ടം അവസാനിപ്പിക്കില്ലെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ്. ഇപ്പോൾ പറയുന്ന നീതി ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഈ ഘട്ടത്തിൽ ഞാൻ പറയുന്നില്ല. കാര്യം കോടതിയിലെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസാണ്. ഒരിക്കലും ഞാൻ അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. അതല്ല മറിച്ചാണെങ്കിൽ വീണ്ടും ആ നീതിക്ക് വേണ്ടി ഞാൻ പോരാടും. ഞാൻ ആരെയും കുറ്റം പറയില്ല, ആരെയും എതിർക്കില്ല, ഞാൻ ആരെയും ഒന്നും പറയില്ല. പക്ഷേ നീതിക്ക് വേണ്ടി ഞാൻ വീണ്ടും പോരാടും. കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് 100% ഉറപ്പുണ്ട് ഇതൊരു ആത്മഹത്യ അല്ല എന്ന്. സിദ്ധാർത്ഥന്റെ പിതാവും KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവർ ഉൾപ്പെടെയുള്ളവരും സിദ്ധാർത്ഥന്റെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി. സിദ്ധാർത്ഥൻ മരിച്ച് 1 വർഷം പിന്നിടുമ്പോഴും CBI അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 24 തിരുവനന്തപുരം.